സംഗീത ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ബീറ്റ്സിനും മൈക്കൽ ജാക്സനും ഒപ്പമാണ് ഇന്ന് BTSന്റെ സ്ഥാനം. വെറുമൊരു മ്യൂസിക് ബാൻഡ് എന്നതിലുപരി ഭാഷ അറിയാത്തവർക്ക് പോലും പ്രിയപ്പെട്ടവരായി മാറാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിന്റെ ഏതു ഭാഗത്ത് ചെന്നാലും അവരെ കാണാൻ തടിച്ചുകൂടുന്ന പതിനായിരക്കണക്കിന് വരുന്ന ഈ ആൾക്കൂട്ടം തന്നെയാണ് അതിന്റെ തെളിവ്. ഒരു വിദേശ രാജ്യത്തെ ഗവൺമെന്റ് ഔദ്യോഗികമായി BTSനെ ക്ഷണിക്കുകയും അത് ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ പ്രസിഡന്റിന്റെ പാലസിന് മുന്നിൽ പതിനായിരങ്ങൾ തടിച്ചുകൂടുന്നു. മെക്സിക്കോയിൽ നടക്കാനിരിക്കുന്ന കൺസേർട്ടിന് മുന്നോടിയായി BTSനെ സ്റ്റേറ്റ് ഗസ്റ്റ് ആയിട്ടാണ് പ്രസിഡന്റ് ക്ഷണിച്ചത്. ഒരു വിദേശ രാജ്യത്തെ പ്രസിഡന്റ് നേരിട്ട് BTSനെ ക്ഷണിക്കുന്നതും അവരെ ആദരിക്കുന്നതും BTSന്റെ ആഗോള സ്വാധീനത്തെയാണ് കാണിക്കുന്നത്. അന്ന് 1964 ബീറ്റ്സും 2002 മൈക്കിൾ ജാക്സണും ശേഷം പിന്നീട് ഇന്ന് 2026 BTS. സംഗീതത്തിന് ഭാഷയേക്കാൾ വലിയ സ്വാധീനമുണ്ടെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. വളരെ കുറഞ്ഞ സമയത്തെ അറിയിപ്പിൽ പോലും ഒരു വിദേശ മണ്ണിൽ ഇത്രയ്ക്കധികം ആളുകളെ അണിനിരത്താൻ കഴിയുന്നത് ചെറിയൊരു കാര്യമല്ല. BTSന്റെ പാട്ടുകളിലൂടെ ആളുകൾക്ക് ലഭിക്കുന്ന ആശ്വാസവും സ്നേഹവുമാണ് ഈ വലിയ ജനപിന്തുണയ്ക്ക് പിന്നിൽ. അവാർഡുകളും റെക്കോർഡുകളും ആർക്കും കിട്ടുമായിരിക്കും, പക്ഷേ ലോകം മുഴുവനുമുള്ള ആളുകളുടെ സ്നേഹം നേടുക എന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അവിടെയാണ് BTSനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്.